എന്ത് രക്ഷിക്കണമെങ്കിൽ എന്നോ രക്ഷിച്ചൂടായിരുന്നു ആ കുട്ടീനെ. എത്ര പാവങ്ങൾ ജീവിക്കുന്നുണ്ട്. അവനെ മക്കളെ റോഡ് സൈഡിൽ അവനെ മക്കളെ നോക്കി ജീവിക്കുന്ന പെണ്ണുങ്ങളില്ലേ. ഇത് എന്ത് രക്ഷിക്കല? ആ സ്ത്രീക്ക് ഒന്നില്ലെങ്കിൽ അതിന് വയ്യ, അതിന് ആ കുട്ടീനെ നോക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും അമ്മേനെ ന്യായീകരിക്കില്ല. ഞാനൊരു അമ്മയാണ്. എനിക്ക് അതേ പ്രായമുള്ള, എനിക്ക് 7 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പൊ എനിക്ക് ഏത് അമ്മമാർക്കായാലും അവനവന്റെ മക്കളുടെ മാറ്റങ്ങളും അറിയാം, എല്ലാം അറിയാം. പിന്നെ എത്ര ചെറിയ വീട്ടിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ആക്കാൻ നോക്കില്ലേ. നമ്മുടെ ഒന്നുമില്ലെങ്കിൽ രാത്രി നമ്മുടെ കൂടെ കിടത്താൻ നോക്കില്ലേ. അതുപോലും ആ സ്ത്രീ ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് തെറ്റുണ്ട്. അതിനൊന്നും പറ്റാത്ത ജീവിതമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇറങ്ങി പോരണം വീട്ടില്. അല്ലെങ്കിൽ ഇത്രയും കുട്ടിയെ രക്ഷിക്കണം തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നില്ലെങ്കിൽ അയാളെ കൊന്നിട്ട് ജയിലിൽ പോയിക്കൂടെ. ഹായ് ഹലോ, ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. അപ്പൊ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ കുറെ ദിവസം, 2-3 ദിവസമായിട്ട് ഇതന്നെയാണ് മനസ്സിലും. അതായത് നമ്മുടെ ആ 4 വയസ്സുള്ള കുട്ടീനെ അമ്മ വലിച്ചെറിഞ്ഞു കൊന്നില്ലേ, അത് വീഡിയോ ചെയ്യണമെന്ന് പലപ്പോഴും വിചാരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിൽ വീഡിയോ ചെയ്യാനും തോന്നുന്നില്ല. കാരണം എന്ത് പറയാനാ, അത്രയും വിഷമമായിട്ടുള്ള കുറച്ചു ദിവസമൊക്കെ രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ ഇതന്നെ ഒരു ചിന്തയായിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് കുറെ ചാനലുകാരും കുറെ ആൾക്കാർ പോസ്റ്റ് ഇട്ടതൊക്കെ കണ്ടു. അമ്മേനെ കുറെ ന്യായീകരിച്ചിട്ട് പോസ്റ്റ് ഇടുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നൊക്കെ കുറച്ച് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. കാരണം കുറെ കാര്യങ്ങള് മനസ്സിൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയണം, വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോ വീഡിയോ ചെയ്യണത്. കുട്ടിയുടെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു, 1-2 വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഈ ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നു 5-6 വീഡിയോസ് ചെയ്തു. പക്ഷെ നമ്മളെ കേസിൽ അങ്ങനെ സംഭവിച്ചാൽ ഇതും ചെയ്യുന്നതിൽ വെർത്താണെന്ന് തോന്നുന്നില്ല. വെർത്തല്ല, ഇത് ചെയ്യുന്നതിലും അങ്ങനെ കാര്യം, അതായത് ഒരു ചാനലിന്റെ ഭാഗത്തുനിന്ന് തോന്നുമ്പോൾ അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് പല ക്രിയേറ്റേഴ്സും ഇപ്പം അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാത്തത്. കാരണം വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഈ ചെറിയ കുട്ടിയുടെ കേസ് വരിക, പിന്നെ അതേപോലെ ഈ പീഡനം, കൊലപാതകം, ആ കുട്ടിയുടെ കേസ് വരുന്ന സമയത്ത് ഈ യൂട്യൂബ് ഇങ്ങനത്തെ പോളിസീസിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പീനലൈസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചാനലിന് നല്ലതല്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇതിനെ കുറിച്ച് വീഡിയോസ് ചെയ്ത്. ഞാൻ തന്നെ ഇപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടല്ലോ, ആ അമ്മേന്റെ അമ്മ പറഞ്ഞില്ലേ പീഡന വിവരം അമ്മ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ അതിൽ ചെയ്യാത്ത എന്താ വെച്ചാൽ ഓൾറെഡി ആ ചെയ്ത വീഡിയോസിനെല്ലാം ഒരു എന്താ പറയുക, വിസിബിലിറ്റി റെസ്ട്രിക്ഷൻ വരും. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടാണ് ആകെ കുടുങ്ങിയിരിക്കുന്നത്. നമ്മുടെ റീച്ചും കാര്യങ്ങളും പോവുക, ചാനലിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലത് വിചാരിച്ച് സംസാരിക്കാൻ വിചാരിച്ചാലും അത് പ്രോബ്ലമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇല്ലേ ഇത്, തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ആ സ്ത്രീനെയും കൊണ്ടിട്ട് പോലീസ് വന്നു. അപ്പോഴല്ലേ ഇതിപ്പോ ന്യൂസ് ആയിട്ട് വന്നത്? അതെ 7 മണിക്കൂർ മുന്നേ 24 ന്യൂസിലാണ് ഞാൻ കണ്ടത്. പല ന്യൂസും പല ആൾക്കാരും സ്ക്രോളിലായിട്ട് പോകുന്നുണ്ട്. അതായത് ആ സ്ത്രീക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല. ഏറ്റവും സംഭവം എന്താ പറയുക, ഇത്രയും ദിവസം ഇന്നലെ വരെ പറഞ്ഞിരുന്നത് എന്താ വെച്ചാ പീഡനം, ആ കുട്ടീനെ പീഡിപ്പിക്കുന്നത് കാരണം ഇനി ആ കുട്ടി ഇത് അനുഭവിക്കരുത്, ഈ ഭൂമിയില് ആ കുട്ടി ഇനി സഹിക്കാൻ വയ്യ, അതിനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസിലും കുറെ ആൾക്കാരൊക്കെ സംസാരിക്കണം, പോസ്റ്റ് ഒക്കെ ഇടണൊക്കെ കണ്ടു. പക്ഷെ അപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് രക്ഷിക്കണമെങ്കിൽ എന്നോ രക്ഷിച്ചൂടായിരുന്നു ആ കുട്ടീനെ. എത്ര പാവങ്ങൾ ജീവിക്കുന്നുണ്ട്. അവനെ മക്കളെ റോഡ് സൈഡിൽ അവനെ മക്കളെ നോക്കി ജീവിക്കുന്ന പെണ്ണുങ്ങളില്ലേ. ഇത് എന്ത് രക്ഷിക്കല? ആ സ്ത്രീക്ക് ഒന്നില്ലെങ്കിൽ അതിന് വയ്യ, അതിന് ആ കുട്ടീനെ നോക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും അമ്മേനെ ന്യായീകരിക്കില്ല. ഞാനൊരു അമ്മയാണ്. എനിക്ക് അതേ പ്രായമുള്ള, എനിക്ക് 7 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പൊ എനിക്ക് ഏത് അമ്മമാർക്കായാലും അവനവന്റെ മക്കളുടെ മാറ്റങ്ങളും അറിയാം, എല്ലാം അറിയാം. പിന്നെ എത്ര ചെറിയ വീട്ടിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ആക്കാൻ നോക്കില്ലേ. നമ്മുടെ ഒന്നുമില്ലെങ്കിൽ രാത്രി നമ്മുടെ കൂടെ കിടത്താൻ നോക്കില്ലേ. അതുപോലും ആ സ്ത്രീ ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് തെറ്റുണ്ട്. അതിനൊന്നും പറ്റാത്ത ജീവിതമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇറങ്ങി പോരണം വീട്ടില്. അല്ലെങ്കിൽ ഇത്രയും കുട്ടിയെ രക്ഷിക്കണം തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്നില്ലെങ്കിൽ അയാളെ കൊന്നിട്ട് ജയിലിൽ പോയിക്കൂടെ. ഞാനൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകും. അതേ കറക്റ്റ്. അല്ല എന്താ അറിയോ, ഇവന്റെ ഈ ഒരു മൊഴി പ്രകാരം ഇവൻ കുട്ടീനെ ഈ പീഡന വിവരം കുട്ടി അമ്മേനോട് പറഞ്ഞിരുന്നു. അമ്മേനോട് പറഞ്ഞതിന് ശേഷം അമ്മ ദേഷ്യപ്പെട്ടു അടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ ഇവൻ പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ രീതിയിൽ എന്റെ ചാനലിലൂടെ ഞാൻ പല കാര്യങ്ങളും നമുക്ക് സംശയം തോന്നുന്ന കേസ് പോലും പറയാൻ വയ്യല്ലോ ചിറ്റാ, ഞാൻ പറയാറില്ലായിരുന്നു. ഈ ചെറിയച്ഛനും ഈ സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവളെന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആർക്കറിയാം ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, ബന്ധമുണ്ടോ? ഇനിയിപ്പൊ അച്ഛൻ അറിയേണ്ട വെച്ചിട്ടാണ്. ഒക്കെ കണക്കാ. ആ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാരും കണക്കാ. ആ കുട്ടീനെ ശരിക്കും പറയണ ഈ ഭൂമിയിൽ ഒരാൾ മര്യാദയ്ക്ക് സ്നേഹിച്ചിട്ടില്ല. അതാണ് ആ കുഞ്ഞിന്റെ അവസ്ഥ. അതാണ് ആ കുഞ്ഞിനെ ഒരാളും ഈ ഭൂമിയിൽ ശരിക്കും സ്നേഹിച്ചിട്ടില്ല. ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി 1.5 വർഷം
മോശോ ഒന്നും പീഡനത്തിനിരയാവില്ല. കാരണം ഒരു പെൺകുട്ടീനെ എനിക്ക് അറിയില്ലേ അതിന് വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ഇപ്പൊ നല്ല രീതിയിൽ എന്തൊക്കെയോ പറയണ്ട ആ സ്കൂളിലെ അംഗനവാടിയിലെ ടീച്ചർ. ആ ടീച്ചർക്ക് പോലും ആ കുട്ടിയുടെ മാറ്റങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ? ഈ അച്ഛൻ വീട്ടിൽ ഈ കുട്ടീനെ ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും. അതാണ് പറഞ്ഞത്, ഇവള് പറഞ്ഞ വർത്താനതാണ്. ഈ അച്ഛൻ്റെ വീട്ടിൽ ഈ കുട്ടീനെ എത്ര അധികം കാര്യമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ വിഷമം വന്നു കഴിഞ്ഞാൽ അവൾ സന്തോഷിക്കുന്നു. ഞാൻ ഇതിലൊരു സംഗതി പറയുന്നത്, ഇത് ഞാൻ കൂട്ടി കണക്ട് ചെയ്യലോട്ടോ, പെട്ടെന്ന് ഓർത്തൊരു സംഭവമാണ്. ഞങ്ങൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവന് ആൾക്കാരുടെ ഐഡന്റിറ്റി പറയുന്നില്ല, അല്ല അങ്ങനെ ഞാൻ മനസ്സിലാവില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് അമ്മയുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തതാണ് അവർ കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ അമ്മയുടെ ഓഫീസിൽ അമ്മയുടെ കൂടെ കലീഗ് വർക്ക് ചെയ്തിരുന്നവർ അമ്മയുടെ സീനിയറാണ്. ഇവരുടെ ഭർത്താവുണ്ട്. ഈ ഭർത്താവിനെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. എനിക്കറിയില്ല ആ സമയത്ത്, നമ്മൾ ഒന്നും പരിചയമില്ല, കുറേ കാലത്ത് മുന്നേ. അതായത് ഇയാൾ എന്താ ചെയ്യറിയോ, ഈ സ്ത്രീ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗിയായിരുന്നു ആൻറ്റി. ഇയാളൊരു ഈ കണ്ടാൽ തന്നെ ഒരു ഞാൻ അങ്ങനെ പറയല്ല, പക്ഷെ ഉള്ള സംഭവം ഉണ്ടോ. ഇയാൾ എന്ത് ചോദിച്ചാൽ ഈ സ്ത്രീ ഭയങ്കര ഭംഗി, ഇയാൾക്ക് ഈ സ്ത്രീനെ ഭയങ്കര സംശയമാണ്, ഭയങ്കര വിഷമം. അവരില്ല, അന്ന് ജീവിച്ചിരിപ്പില്ല, അവര് മരിച്ചുപോയി. പക്ഷെ പറയാതിരിക്കും. ഞാൻ റീസൺ പറഞ്ഞുതരാം. ഇത് ഞാൻ പറയുന്ന കേസിൽ പല ഇൻസിഡൻസും പല സ്ഥലം പറയുമ്പോൾ നാട്ടിലുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയാന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ സ്ത്രീനെ ഭയങ്കര സംശയം കേട്ടോ. സംശയമായിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. അപ്പം അമ്മ പറയണേക്കാം ഇവരിങ്ങനെ കവിളൊക്കെ വീർത്തിട്ടാണ് ഇത്ര മിക്ക സമയത്തും ഓഫീസിൽ അമ്മയുടെ പോസ്റ്റ് ഓഫീസിൽ വരിക. എന്നിട്ട് ഈ സ്ത്രീനോടുള്ള ദേഷ്യത്തിന് ഇതിനൊരു മകനുണ്ട്. ഈ മകനെ വലിയ സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ട് അവര്. ഈ മകനെയും കൊണ്ട് മഞ്ചേരി ഒരു സാൽവാസ് ഹോട്ടലുണ്ടായിരുന്നു പണ്ട് കേട്ടോ, പൊറോട്ടയും ബീഫ് ചില്ലിയും കിട്ടുന്ന ഹോട്ടൽ. ഈ സാൽവാസ് ഹോട്ടലിലേക്ക് മകനെയും കൊണ്ട് ഇയാൾ വൈകുന്നേരം പോകും. കുട്ടിക്ക് ഭക്ഷണം വൈകുന്നേരം ആകുമ്പോൾ ഇയാൾ കറങ്ങാൻ പോയിട്ട് നല്ലോണം കുട്ടിക്ക് വിശക്കണ സമയമില്ലേ, ഈ വിശക്കണ സമയത്ത് ഇയാൾ ഈ സാൽവാസ് ഹോട്ടലിൽ പോയിട്ട് ഈ മകനെ ക്യാഷ് കൗണ്ടറിൻ്റെ സൈഡിൽ ഇരുത്തും. എന്നിട്ട് ഇയാൾ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കും. എന്താ അറിയോ എന്തിനാ സംഗതി വെച്ചാൽ, ഇത് ഞാൻ കൂട്ടത്തിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ, മറ്റാളെ വേദനിപ്പിക്കാൻ വേണ്ടി കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇത് ഞാൻ എനിക്ക് അറിയണ കേസാണ്, അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ട് അറിയാം. എന്നിട്ട് ഇയാൾ ഈ കുട്ടീനെ അവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് ഇയാൾ ഭക്ഷണം കഴിക്കും. അപ്പൊ എന്തിനാ അറിയോ, ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വീട്ടിലൊന്ന് അമ്മേനോട് വന്ന് പറയുമല്ലോ, അമ്മ എങ്ങനെ ഉണ്ടായി വിഷമിക്കുമ്പോൾ ആ സ്ത്രീ ആന്റി വിഷമിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ലൊരു സ്ത്രീ ആയിരുന്നു അവര്. ഇയാളാണ് ഇങ്ങനെ ഒരു കൊരണ. ഞാൻ മരിച്ചു പോയെടുത്ത് പറയല്ല, പക്ഷെ അത്രയും എനിക്ക് നന്നായിട്ട് അറിയണ വ്യക്തിയാണ്. അല്ല, ഞാൻ പറയാനുള്ള റീസൺ എന്താ അറിയോ, ഞാൻ ഇത് ഓർത്തെടുത്തപ്പോൾ ഒരു ഇൻസിഡന്റ് ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു കേസിൽ ഈ അമ്മ പറഞ്ഞ സംഗതി പറഞ്ഞപ്പോ ഞാൻ അതാണ് ഫസ്റ്റ് ഓർത്തത് എന്ന് പറയാം. അതിപ്പോ പറയണല്ലേ, അതായത് അവിടെ ഉള്ളവർക്ക് സങ്കടപ്പെടാൻ വേണ്ടിട്ട്. അതെ, ഇത് പറഞ്ഞപ്പോ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞൊന്നുമില്ല, അല്ലാണ്ട് അതിൽ ഇതിലായിട്ട് റെലവൻസ് ഉണ്ടായിട്ടല്ല. പക്ഷെ ഇങ്ങനെ സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാൾ സംസാരിപ്പോ അങ്ങനെ ചെയ്യുമോന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്തൊരു ഇൻസിഡന്റ് എനിക്കറിയാം. പക്ഷെ എന്താണെങ്കിലും ഇതാണ് നമ്മളത് ന്യായീകരിക്കില്ല കേട്ടോ, അതൊരു കണക്ട് ചെയ്യുന്നില്ല. ഇത്രയും നീചമായ പ്രവൃത്തി, അതായത് എന്താ പറയുക ഇതല്ലേ, ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ മക്കളില്ലാത്തവരുണ്ട്. എത്ര എങ്ങനെയൊക്കെ നമ്മള് കുട്ടികളെ നോക്കണ്. എന്താ പറയാ, കൊറേ യോഗ ഇല്ലാത്ത കുട്ടികളുണ്ട് അല്ലെ, ഒന്നിനും യോഗ ഇല്ലാത്ത കുറെ കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കുറെ കുട്ടികളുണ്ട്. കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്തൊക്കെ പറയേ എത്രയോ മക്കള് വിഷമിക്കും. ഇതല്ല പല തരത്തില് ഇതോ ഈ മക്കൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അച്ഛനും അമ്മമാർക്ക് നോക്കാൻ കഴിവില്ലാണ്ടായിട്ട് അത്രയും നരകിച്ച് നോക്കണവരുണ്ട്. അതെ, നമ്മള് ഇപ്പൊ ഇത് ആദ്യം പറഞ്ഞ വലിയൊരു പോയിന്റാ. കാരണം റോഡ് സൈഡിൽ കിടക്കുന്ന ഈ ആർക്കും കൊടുക്കാതെ അമ്മയ്ക്ക് എനിക്ക് എന്തെങ്കിലും പറ്റില്ല, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റൂ എന്ന് പറഞ്ഞ് കിടക്കണ എത്രയോ അമ്മമാരുണ്ട്. ഇതൊന്നും അല്ലാണ്ട് ഈ സ്ത്രീ ആ കുട്ടീനെ നോക്കിയിട്ടില്ല, ആ സ്ത്രീക്കൊന്നും ഒന്നും ഇല്ല, ആ സ്ത്രീ ഒരു അമ്മയല്ല. ഇനി അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് ഒപ്പം ചാടിയില്ല, അവൾക്ക് മരിച്ചൂടെ? അവള് ചാടാത്ത അവളെന്താ വെച്ചാൽ മിക്കവാറും എന്താ വെച്ചാൽ ഓനായിട്ട് തന്നെ ആ വിഹിതം ഉണ്ടാവുന്നത്. ഇതൊന്നും ഞാൻ പറയാതിരിക്കുന്ന എന്താ അറിയോ, ഞാൻ ഇത് പറയാണ്ടിരുന്ന സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചതാട്ടോ, എന്തിനാണ് ബ്രോ പറയാതിരിക്കുന്നത്, കാരണം അത്രയും നീച സ്ത്രീയാണ്, എന്താ അതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ എത്തിക്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഒഴിവാക്ക്, ഇത് സംസാരിക്കാനുള്ള തോന്നുന്ന കാര്യം പറയും, നാലാൾ കേൾക്കട്ടെ, കാരണം കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവേ. ഇപ്പോഴെങ്കിലും അവർക്ക് ആ കുട്ടീനെ എങ്ങനെ ഇയാൾ പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ സമൂഹത്തിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, ആരോടൊക്കെ പറയാം, ആരെങ്കിലും രക്ഷിക്കാതിരിക്കൂ. പിന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതം ഇല്ലേ, ഇത് കഴിഞ്ഞാലും ആ കുട്ടിക്ക് ജീവിച്ചൂടെ? ഇതൊന്നും നോക്കാണ്ട് വേറെ ആരോടും പറയാതെ ഇവള് കൊണ്ടേ കുട്ടീനെ കളഞ്ഞത് വേറെന്തോ ഉദ്ദേശം വെച്ചിട്ടാ. എനിക്ക് പോലീസ് മാത്രമല്ല, ഓക്ക് മറ്റേ ചെങ്ങായിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും.
അത് ഭർത്താവിന്റെ അനിയനായിട്ട് എന്നൊക്കെ പറഞ്ഞ ചില്ലറ കേസ് അതിപ്പോ ഭർത്താവ് അറിയാനും പറ്റുന്നുണ്ടാവില്ല, ഭർത്താവ് പറയാനും പറ്റില്ല. ചിലപ്പോ കുട്ടീനെ ഇവൻ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ ഒന്നും മിണ്ടാൻ ചിലപ്പോ പറ്റുന്നില്ല. ഒത്താശയിൽ കൂടെ പറയാൻ പറ്റില്ല. എത്രയോ കേസ് നമ്മൾ കാണുന്നില്ലേ, നമ്മള് ന്യൂസ് കേൾക്കണില്ലേ, അമ്മമാര് മക്കളെ ഇതിന് വേണ്ടിയിട്ട് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് കേൾക്കണില്ലേ. അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്ത്രീയാവും. സ്ത്രീ എന്ന് പറയാ, അമ്മ എന്ന് പറയാ, ഒന്നും പറയാൻ തന്നെ വയ്യ. എന്തായാലും വല്ലാത്തൊരു, എന്നാലും വല്ലാത്ത മനസ്സുള്ള ആൾക്കാരാട്ടോ ഒന്ന് ലോകത്ത്. പറയാതിരിക്കാൻ എന്താന്നറിയോ, ഇപ്പൊ ഒന്ന് നോർമൽ ആയതാ ഇത്. നമ്മൾ ഇത് കേട്ട ന്യൂസ് കേട്ട് 2 ദിവസമൊക്കെ നമുക്കൊരു ഈശ്വര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എങ്ങനെ ഇവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോ ഇവരുടെ വീട്ടുകാരും ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കണ്ടാ ഞെട്ടിപ്പോവും. അത് സത്യം കേട്ടോ. അയ്യോ, അത് അങ്ങനത്തെ പല കേസുകളിലും നമ്മൾ തോന്നിയിട്ടുണ്ട്. ആർക്കും സ്നേഹമില്ല. ഞാൻ വേറൊരു സംഭവം പറയണ്ടോ ഇതോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്തും ഞാൻ ഈ പറഞ്ഞ സംഗതിനെ ഞാൻ ന്യായീകരിക്കാറില്ല. പക്ഷെ ഇവരൊന്നും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ തേച്ചൊട്ടിച്ച് പറയാൻ അറിയണ്ടല്ല. ഞാൻ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ, അച്ഛൻ മരിച്ചില്ല. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് അന്നത്തെ ദിവസത്തെ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു പുകയായിരിക്കുമെന്ന് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. അല്ല ഞാൻ പറയാ, ഇല്ല ഞാൻ ഇത് അതാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോ ഞാൻ സംസാരിക്കാതെ. പക്ഷെ അതൊന്നല്ല, ഏകദേശം കണ്ടപ്പോ തന്നെ ഓരോ കുടുംബത്തിന്റെ സെറ്റപ്പ് എനിക്ക് ആ പന്നിയുടെ മോൻ കിടന്നിട്ട് അയാളുടെ കരച്ചില്ല അപ്പളേ ഒരു കള്ളത്തരം തോന്നി. കണ്ണിന്ന് വെള്ളം വരണമൊന്നുമില്ല, ഇയാളെ മേലേക്ക് വീഴുന്നു, പിന്നെയും കരയണു. അയാളുടെ കാണിക്കുന്ന മുഖം കാണുമ്പോ കരച്ചിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസാണല്ലോ, കരയുമ്പോ ഒരു കണ്ണുവത്തല്, കണ്ണുവത്തി കരയും. നമ്മൾ ഈ ഇന്റർവ്യൂസ്, ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയില്ലേ, എന്തിനാണ് ഈ കരയണ സമയത്തിന് എന്തിനാണ് കണ്ണു കുത്തു നോക്കും. കരയണ സമയത്ത് ഇവരെല്ലാം ബിഗ് ബോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കരയിലും എങ്ങനെയാ മുഖം കാണിക്കാതെ കുക്കു പറഞ്ഞ് കരയുക. ആ ചങ്ങയിലെ ഒരു കണ്ണിന്ന് ഒരു തുള്ളി കണ്ണുനീരും കൂടി വരാത്ത രീതിയിലുള്ള, എന്തായാലും ഭയങ്കര. അച്ഛനും കണക്കായിരിക്കും. അച്ഛനും ഇത്ര കാലം അച്ഛൻ എന്തൊക്കെയോ പറയുന്നത്, അച്ഛനും ഇത്ര വലിയ സ്നേഹം. ഇനിയിപ്പോ ആ മകനെങ്കിലും മര്യാദക്ക് വളർത്തിയാൽ മതിയായിരുന്നു. അല്ല, ആ മകനെ ഇവര് യൂസ് ചെയ്തില്ലേ, ഇവരെല്ലാരും കൂടി ആ കുട്ടീനെ യൂസ് ചെയ്യായിരുന്നില്ലേ. കാരണം ആ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടീനെ ഇനിയിപ്പോ സംഭവം ചിലപ്പോ തള്ള ടോർച്ചുകൊണ്ട് തലക്കടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരുവിധം എന്നുള്ള ആൾക്കാർ ഈ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ ചെക്കനെ സംസാരിപ്പിച്ചെന്ന് ഓർമ്മയില്ല എനിക്ക്. അതൊക്കെ അവർക്ക് സംസാരിപ്പിച്ചതായിട്ട് അച്ഛനും ചെറിയച്ഛനൊക്കെ അല്ല എന്തോ ആയിക്കോട്ടെ, പക്ഷെ സ്നേഹമുള്ള പക്ഷെ അപ്പോഴും ഇവർക്ക് അറിയില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും അവന്റെ മനസ്സിൽ പോയിട്ടില്ല ഇത് പുറത്ത് വരും അറിയില്ല. അതാണ് ഇത് വരില്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കാം ദൈവം എന്ന് പറഞ്ഞ ഒരാളുടെ. പിന്നെ ഇപ്പൊ എന്താ അറിയോ, നമ്മുടെ നാട്ടിലും ഇത് വേറെ സംഗതി എന്ന് വെച്ചാൽ നിയമം അങ്ങനെയാണ്. വണ്ടിപ്പെരിയാർ കേസ് അറിയില്ലേ, എപ്പോഴെങ്കിലും ഇത് മാറി, ഇവിടുത്തെ ശിക്ഷ, ഇവിടുത്തെ രീതികൾ മാറിയുണ്ടല്ലോ, കുറച്ചെങ്കിലും മാറില്ലല്ലോ. എങ്ങനെ രീതി മാറും, നിയമം ഇവിടെ മാറില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിയമം അങ്ങനെയല്ലേ, IPC മാറ്റിയിട്ട് BNS ആക്കി കുട്ടികളുടെ പേരിലുള്ള ഇതിനുള്ള കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ആൾക്കാർക്ക് തലയിൽ രജിസ്റ്റർ ചെയ്യണം. അതല്ല, ഇപ്പൊ എല്ലാരും, ഇപ്പൊ നമ്മള് മാത്രല്ല, പക്ഷെ എന്നിട്ടും എന്താ മാറാത്ത? ആരോട് നമ്മൾ സംസാരിക്കുമ്പോഴും പറയും വിദേശ രാജ്യങ്ങളിലെ ശിക്ഷ വരണം ഇവിടെ, ഇതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വരുന്നത്. എല്ലാരും പരസ്പരം ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നു. പക്ഷെ ഇത് നടപ്പിൽ ഇങ്ങനെയല്ലാന്ന് മാത്രം. ഇതോ വണ്ടിപ്പെരിയാർ കേസിൽ ആ കുട്ടീനെ എടുത്തുകൊണ്ടിട്ട് ഇത് ചെയ്ത ഓനുണ്ടല്ലോ, ഓൻ വെറുതെ വിട്ടില്ലേ. അറിയില്ല, വണ്ടിപ്പെരിയാർ കേസിൽ അവനെ വെറുതെ വിട്ടു. അവന്റെ മുഖം കാണുന്ന സമയത്ത് അത്രയും അധികം ഭ്രാന്ത് പിടിക്കത്ത വിഷ്ണുപ്രിയയുടെ അച്ഛൻ അയാളായിട്ട് കൊന്നത്. അയ്യോ, ആ വിഷ്ണുപ്രിയയുടെ അച്ഛന്റെ കേസ് ഞാൻ ബാങ്കിൽ ശങ്കരനാരായണൻ വിഷ്ണുപ്രിയ കേസ് പഴയത്. അതായത് മഞ്ചേരി ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്ത സമയത്ത് 2002, 2003 കാലഘട്ടത്തിലാണ് ഈ സംഭവം. 2006 മുന്നേ ഞാൻ മഞ്ചേരി ഈവനിങ് ബ്രാഞ്ചിൽ മഞ്ചേരി ഈവനിങ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ അച്ഛനും ഈ കുട്ടിയുടെ ഏട്ടനും കൂടി അവിടെ വരും കേട്ടോ. ഈ കുട്ടിയുടെ പണ്ടം അവിടെ പണയം വെച്ചിരുന്നവരന്ന് ഈ അച്ഛനും ഏട്ടനും കൂടി അവിടെ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ അച്ഛനെ കാണാം. എന്താ വക വരുത്തിയാണ്. എനിക്കൊന്നും ആയുധം കൈവശം വെച്ചതിന് മാത്രം അന്ന് സുജാത വർമ്മ തോന്നുന്നുണ്ട്. അവർ ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഒരു 6 മാസത്തേക്ക് മാത്രം ശിക്ഷിച്ചു. മറ്റുള്ള കേസിൽ അയാളെ വെറുതെ ഇവിടെ ഉണ്ടായത്. എന്താ ചെയ്യാ, ആൾക്കാർ അങ്ങനെ ചെയ്തു പോവുകയെ. കാരണം നിയമവ്യവസ്ഥയിൽ, കാരണം ഓമനിച്ച് വളർത്തുന്ന കുട്ടികളെ ഈ ഒരു ചെറിയൊരു ഒരു നേരത്തെ ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ആക്കി കളയാറുണ്ടെങ്കിൽ, ഈ നമ്മളിപ്പോ മറ്റൊരു കുഞ്ഞിനെ ഉണ്ടല്ലോ, അതിനിത് അറിയണ്ടാവില്ലേ കുട്ടേട്ടാ, ഇത് എന്തോ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് വരെ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ അതിനറിയോ ഇതല്ല ലൈഫ് എന്ന് അറിയോ, അതിനൊന്നും അറിയില്ല. അങ്ങനെ ഒരു സംഭവം കേട്ടോ. ഞാൻ അത് നാളിപ്പോ ഞാൻ ചിന്തിച്ചു, ആ കുട്ടി അതിന്റെ വിചാരം ചിലപ്പോ ഇത് ജീവിതത്തിന്റെ പറയാൻ വയ്യ. കാരണം വെച്ചാൽ നമുക്ക് ഒന്നുള്ളതുകൊണ്ടും ഇല്ലെങ്കിൽ കൂടി ഞാൻ പറയണ്ടോ ഇല്ലെങ്കിലും അത് എന്താ പറയാ, വല്ലാത്തൊരു നശിച്ച നാട് എന്നല്ല, നശിച്ച
ചില ആൾക്കാരും. ഇങ്ങനെ കുറെ കുട്ടികൾക്ക് ജന്മം നൽകണല്ലേ ഈശ്വരൻ ഭൂമിയില്. അതാണ് എത്രയോ ആൾക്കാർ ഇപ്പൊ നമ്മളെ എന്റെ എത്ര പരിചയത്തിൽ തന്നെ എത്ര പേരുണ്ട് കുട്ടികളില്ലാണ്ടായിട്ട് ഇല്ലാത്ത കാശും കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ ആൾക്കാരെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഇല്ലാത്ത കാശും വെച്ച് ട്രീറ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് പോയി നിന്ന് എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടൊക്കെ അറിയാം ഓരോരുത്തർ. ചില അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഭഗവാനെ ദൈവം എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ, കുട്ടികൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ്. നമ്മുടെ ശിക്ഷ നിയമങ്ങളും പരിപാടികളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് സീരിയസ് ആയിട്ട് അത് അപ്പൊ തന്നെ ശിക്ഷ കൊടുക്കുന്ന രീതിയിൽ ആക്കി മാറ്റിയ എന്തെങ്കിലുമൊക്കെ മാറ്റം ഒന്നും നടക്കില്ല. അതിന് ആര് നിയമനിർമ്മാണം വരില്ല ഇവിടെ. ഇത് യെറ്റ് അനദർ ന്യൂസ് ആണ്. മെയിൻ ന്യൂസ് ചാനലുകൾ ഈ ഒരു ചർച്ച നിർത്തി ഇല്ലേ. ഇനിയിപ്പോൾ എന്താണ് ഇന്നിപ്പോൾ ആദ്യം നമ്മൾ തിരഞ്ഞു നോക്കിയില്ല അപ്ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇതാണ് വല്ല അപ്ഡേറ്റും വരും. അടുത്ത സെൻസേഷണൽ കേസ് വന്നു കഴിഞ്ഞാൽ ന്യൂസ് ചാനൽസിന് പോവും. പിന്നെയുള്ളത് ഇപ്പോൾ ഈ എല്ലാവരും പഴിചാരി സംസാരിക്കുന്ന എന്നെപ്പോലെ നമ്മളെപ്പോലെയൊക്കെയുള്ള റിയാക്ഷൻ വീഡിയോസിലാരാണ് അവർക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയാണ്. കാരണം ചാനലിന് അത് ഇതായി എന്താ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും സംസാരിക്കും, അപ്പോൾ ആരും വീഡിയോസ് ചെയ്യില്ല. ഇത് എല്ലാവർക്കും ഒരു ന്യൂസ് മാത്രമാണ്, ന്യൂസ് മാത്രമായിട്ട് മുന്നോട്ട് പോവാണ് അല്ലേ. വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല, തന്നെയുള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യം അല്ലേ ഇതൊന്ന് പറയണം തോന്നി. ആ പെണ്ണിനെ കുറെ ന്യായീകരിച്ച് കണ്ടു ചിലതൊക്കെ. അപ്പൊ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കുറെ ഒരു ഇതുമില്ല. പിന്നെ സ്വന്തം മക്കളെ നോക്കുകയാണ് രക്ഷിതാക്കൾ വേണ്ടത്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നോക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൊന്നു കളയാന്നുള്ളൊരു ഡിസിഷൻ അല്ല എടുക്കുക. അത് എടുക്കണേറ്റിനൊക്കെ ഒരു ഇതുമില്ല. അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ട് അവനാൻ ചാവണം എന്താ ഓക്കെ. അല്ല അതും അതെ, അവനാൻ വീട്ടിക്ക് മര്യാദക്ക് തിരിച്ചു പോയിക്കാം. എന്തത് വീട്ടിക്ക് തിരിച്ചു പോയിട്ട് ഓനെ തട്ടാലോ. ഞാനില്ലാണ്ട് എന്റെ കുട്ടികളെ ഇവിടെ ആരും നോക്കില്ല, എന്റെ കുട്ടി പീഡനം സഹിക്കേണ്ടി വരും എന്ന് ആലോചിച്ചിട്ട് ഒരു സ്ത്രീ കുട്ടീനെ കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര കുറ്റം പറയില്ല. അല്ല ഓനെ തട്ടാലോ, വിഷം കൊടുത്ത് കൊന്നൂടെ അപ്പൊ പറ്റുണ്ടാവില്ല. അത് മറ്റനായിട്ട് ഉണ്ടാവുന്നത് സംഭവം തന്നെയാവും. വല്ലാത്തൊരു മതി. ആയിക്കോട്ടെ, ഇത്ര തന്നെ ഉള്ളൂ. എന്ത് ചെയ്തോ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബസ്സുകാരൻ വന്ന് തിരികെ വരുന്നുണ്ട്. ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ കാണാം.